ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഐശ്വര്യയും സുരഭിയും ജാമ്യത്തിൽ ഇറക്കിയിരിക്കുകയാണ് വക്കീലിനോട് ഇപ്പോൾ സുരഭി നന്ദി പറയുന്നുണ്ട്. ഇത് കേട്ട് വക്കീൽ പറയുന്നു, നിങ്ങൾ ആ എസ്സിയോട് കൊമ്പ് കോർത്തതാണ് ഇത്രയും പ്രശ്നമായത്. അബദ്ധത്തിൽ അങ്ങനെ പറ്റിപ്പോയി. പക്ഷേ ആ സമയത്ത് ആ എസ് ഐ ഞങ്ങൾ രണ്ടുപേരെയും തല്ലിച്ചതച്ചു എന്നൊക്കെ സുരഭി പറയുമ്പോൾ, ജാമ്യം കിട്ടി എന്ന് കരുതി രക്ഷപ്പെട്ടെന്ന് വിചാരിക്കേണ്ട. ഐശ്വര്യ നിരപരാധിയാണെന്ന് കോടതിയിൽ തെളിയിക്കണം, ഇല്ലെങ്കിൽ ശിക്ഷ ഉറപ്പാണ്. നിരപരാധിയാണെന്ന് എങ്ങനെ തെളിയിക്കാൻ? ആ CCTV ഫുട്ടേജ് പോലീസിന്റെ കയ്യിലില്ലേ എന്ന് ഐശ്വര്യ. അതാണ് പ്രശ്നം. എന്നാലാവുന്നത് ഞാൻ ചെയ്യാം. പക്ഷേ ഇതിലൊന്നും എനിക്കത്ര വിശ്വാസം പോരാ എന്ന് വക്കീൽ പറയുന്നുണ്ട്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ന് സുരഭി ചോദിച്ചപ്പോൾ വക്കീൽ വീണ്ടും പറയുന്നുണ്ട്, CCTV ഫുട്ടേജ് സ്ട്രോങ് എവിഡൻസ് ആണ്, നോക്കാം നമുക്ക്. വക്കീൽ അവിടെ നിന്ന് പോയ സമയത്ത് സുരഭി ഐശ്വര്യയോട് പറയുകയാണ്, മോളെ നമുക്ക് ആ ജയേഷിനെ ഒന്ന് വിളിച്ചാലോ? എന്നാൽ ഐശ്വര്യ പറയുന്നു, ജയേഷ് വിചാരിച്ചാൽ ഇപ്പോൾ ഒന്നും നടക്കില്ല മമ്മി, ജയേഷ് ഇപ്പോൾ സസ്പെൻഷനിലാണ്. എന്നാലും വിളിക്ക്, പോലീസിന്റെ ബുദ്ധിയല്ലേ, എന്തെങ്കിലും വഴി കാണാതിരിക്കില്ല, വിളിക്ക് എന്നൊക്കെ സുരഭി പറയുന്നുണ്ട്. അങ്ങനെ ഐശ്വര്യ ജയേഷിനെ കോൾ ചെയ്യുന്നു. ജയേഷ്, ഞാനൊരു വലിയ പ്രശ്നത്തിൽ പെട്ടിരിക്കുകയാണെന്ന് ഐശ്വര്യ പറയുന്നു. എന്താണെന്ന് ചോദിക്കുകയാണ് ജയേഷ്. അത് ഇനി ശ്യാമ ചതിച്ചു എന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ടായ കാര്യങ്ങൾ മുഴുവനും ജയേഷിനോട് പറയുകയാണ് ഐശ്വര്യ. ഒന്നും വിടാതെ എല്ലാം പറയുകയാണ് ജയേഷിനോട് ഐശ്വര്യ. ആ CCTV തെളിവ് പോലീസ് സ്റ്റേഷനിൽ നിന്നും അടിച്ചു മാറ്റാൻ ജയേഷിനെ കൊണ്ട് സാധിക്കൂ എന്ന് ഐശ്വര്യ ചോദിച്ചപ്പോൾ, കേസ് കോടതിയിലായില്ലേ, ഇനി വലിയ ബുദ്ധിമുട്ടാണെന്ന് ജയേഷ് പറയുന്നു. എന്തായാലും വേറെ വഴിയുണ്ടോ നോക്കട്ടെ, ഇല്ലെങ്കിൽ ഐശ്വര്യ പെടില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ജയേഷ്. ആ ശ്യാമയാണ് ഇതിനെല്ലാം കാരണം എന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ, ശ്യാമയുടെ കാര്യം വിട്ടേക്ക്, അവൾക്കുള്ള സമ്മാനം ഞാൻ കയ്യോടെ കൊടുത്തേക്കാം എന്ന് ജയേഷ് പറഞ്ഞപ്പോൾ, എങ്ങനെയെന്ന് സന്തോഷത്തോടെ ചോദിക്കുകയാണ് ഐശ്വര്യ. നാളെയാണ് ശ്യാമയുടെ അവാർഡ് ഫംഗ്ഷൻ. എല്ലാം മുൻകൂട്ടി തീരുമാനിച്ചതുപോലെ തന്നെ നടക്കും. ശ്യാമ നാളെ ആ അവാർഡ് വാങ്ങിക്കില്ല, അതിനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തു കഴിഞ്ഞു. നാളെ ഞാനെന്തായാലും ശ്യാമയെ കാണാൻ പോവുകയാണ്. ഐശ്വര്യ വീട്ടിലേക്ക് ചെല്ല്, TV ഓണാക്കി വെച്ചേക്ക്. പ്രശസ്ത ഗായിക ശ്യാമ തലയ്ക്ക് വെടിയേറ്റ് മരിച്ചു എന്ന ബ്രേക്കിംഗ് ന്യൂസ് TVയിലൂടെ തന്നെ കാണാം. അങ്ങനെ സന്തോഷത്തോടെ ഫോൺ വെക്കുകയാണ് ഐശ്വര്യ. ഇപ്പോൾ ഈ സമയം ആനന്ദ നിലയത്തിൽ വസുന്ധര ഇങ്ങനെ സോഫയിലിരുന്ന് ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അശ്വതി ശ്രീകുട്ടിയും കൊണ്ട് അവിടേക്ക് വരുന്നത്. ശ്രീകുട്ടി മുന്നേ ഓടി വരികയാണ്. പിറകെ മോളെ നിൽക്കെവിടെ എന്ന് പറഞ്ഞ് അശ്വതിയും അവിടേക്ക് വന്നു. മുത്തശ്ശി, ശ്യാമേച്ചിയുടെ അവാർഡ് ഫംഗ്ഷനിൽ ഞാൻ ഈ ഡ്രസ്സ് ഇട്ടാൽ മതിയോ എന്ന് ശ്രീകുട്ടി വസുന്ധരയോട് ഒരു ഡ്രസ്സ് കാണിച്ച് ചോദിക്കുന്നു. നന്നായിട്ടുണ്ടല്ലോ എന്ന് വസുന്ധരയും പറയുന്നു. മോള് വന്നേ, സമയം വൈകി, റെഡിയാവണ്ടേ എന്നൊക്കെ അശ്വതി ചോദിക്കുന്നുണ്ട്. അമ്മ റെഡിയായിക്കോളൂ, ഞാൻ തനിച്ച് റെഡിയായിക്കോളാം, ഇപ്പോൾ എന്നെക്കൊണ്ട് പറ്റുമെന്ന് ശ്രീകുട്ടിയും പറയുന്നു. വേണ്ട മോളെ, ഞാൻ ഒരുക്കി തരാമെന്ന് വീണ്ടും അശ്വതി പറയുമ്പോൾ, വേണ്ടമ്മേ, ഞാൻ വലുതായില്ലേ, ഞാൻ തനിച്ചൊരുങ്ങാം, അത് മതിയെന്ന് പറഞ്ഞ് ആ ഡ്രസ്സുമായി ഇവിടുന്ന് പോവുകയാണിപ്പോൾ ശ്രീകുട്ടി. ഈ സമയം അശ്വതി വിളിക്കുകയാണ് വസുന്ധര. അശ്വതി, ഞാൻ അഡ്വക്കേറ്റിനെ വിളിച്ചിരുന്നു. അരുണും ഐശ്വര്യയും തമ്മിലുള്ള ഡിവോഴ്സിന് ഒരു 6 മാസമെങ്കിലും ആവുമെന്ന വക്കീൽ പറഞ്ഞത്. എന്തായാലും അതിനുള്ള നടപടി ഉടനെ ആരംഭിക്കണം, ഇനി വൈകിച്ചൂടാ. ആ ഡിവോഴ്സ് നടന്നു കിട്ടിയാൽ ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ തന്നെ നിന്റെയും അരുണിന്റെയും വിവാഹം വളരെ ആർഭാടമായിട്ട് തന്നെ നടത്തും. ഞാനത് തീരുമാനിച്ചു കഴിഞ്ഞു എന്ന് വസുന്ധര പറയുമ്പോൾ ഇത് കേട്ട് ഒരുപാട് സന്തോഷത്തിൽ നിൽക്കുകയാണ് അശ്വതി. ഞാൻ മോളെ ഒരുപാട് വേദനിപ്പിച്ചു, ഇതിനെല്ലാം പ്രായശ്ചിത്തം ചെയ്യാൻ പോവാണ് ഞാൻ എന്നും വസുന്ധര പറയുന്നു. ഇത് ശ്രദ്ധിച്ചുകൊണ്ട് അവിടേക്ക് വരികയാണ് അമൃതയും ശ്യാമയും. ഇനിയെങ്കിലും മോക്കും ശ്രീകുട്ടിക്കും സന്തോഷം വേണം. അരുൺ നല്ലൊരു കുടുംബവുമായി സന്തോഷത്തോടെ കഴിയുന്നത് എനിക്ക് കാണണം, അതാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇനി ഞാൻ ഒരിക്കലും മോളെ വേദനിപ്പിക്കില്ല എന്നും വസുന്ധര അശ്വതിയോട് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞ് അശ്വതിക്ക് സ്നേഹത്തോടെ ചുംബനം കൊടുക്കുകയാണ് വസുന്ധര. ഇത് കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് അമൃതയും ശ്യാമയും. അശ്വതിയും ഒരുപാട് സന്തോഷത്തോടെ നിൽക്കുന്നു. ശ്യാമ അമൃതയോട് പറയുന്നു, അമൃതയെടുത്ത് ഇവിടെ നമ്മൾ രണ്ടുപേരും ഔട്ട്, അമ്മയ്ക്ക് പുതിയ മോളെ കിട്ടി. ഇത് വസുന്ധരയും അശ്വതിയും കേൾക്കുന്നു. ഇവർ രണ്ടുപേരും അവരുടെ അടുത്തേക്ക് വന്നു. ശ്യാമയെ, നമുക്ക് ഇത് തന്നെ വരണം എന്നൊരു കുശുമ്പോട് പറയുകയാണ് അമൃത. കൊള്ളാലോ, നീ തന്നെ ഇത് പറയണം എന്ന് പറഞ്ഞ് ശ്യാമയുടെ ചെവിക്ക് പിടിക്കുകയാണ് വസുന്ധര. ചുമ്മയെ കളിക്ക് പറഞ്ഞതായിരുന്നു അവര്. ശ്യാമ പറയുന്നു, അമ്മയെ കുറച്ച് കഴിഞ്ഞ് എനിക്ക് അവാർഡ് വാങ്ങിക്കാനുള്ളത്, അമ്മയെ വിട്. അങ്ങനെ വസുന്ധര ആ പിടി വിട്ടു. 3 പേരെയും ചേർത്ത് പിടിച്ച് വസുന്ധര പറയുന്നു, ഇനി എനിക്ക് 3 പേരും ഇങ്ങനെ ഒപ്പം വേണം എന്നും, അല്ലാതെ ഇനി പറ്റില്ല. ഇതേ സമയം വസുന്ധരയും ശ്രീകുട്ടിയും ആദ്യം അമൃതയും സ്റ്റേജിലേക്ക് പോവാൻ തുടങ്ങുകയാണ്. ഇവർ പോകുന്നത് ശ്രദ്ധിച്ച് ജയേഷും അരികിൽ തന്നെയുണ്ട്. എല്ലാവരും വളരെ സന്തോഷത്തോടെ സംസാരിച്ച് പോകാൻ തുടങ്ങുകയാണ്. മോള് പോയി ശ്യാമയെ വിളിച്ചിട്ട് വരാൻ ആദ്യം പറയുകയാണ് ശ്രീകുട്ടിയോട്. ശ്യാമ ഇപ്പോൾ കണ്ണൻ്റെ മുന്നിലാണെന്ന് അമൃതയും പറയുന്നുണ്ട്. അഖിലാണെങ്കിൽ ഫോണിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ശ്യാമ കണ്ണനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നു. കണ്ണനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് നിലവിളക്ക് അണയുന്നത്. പെട്ടെന്ന് ശ്യാമ അങ്ങ് വല്ലാത്ത ടെൻഷൻ ആവുകയാണ്. ഇതെന്താ ഇങ്ങനെയെന്ന് ചോദിക്കുന്നു. പൂജാമുറിക്കകത്ത് കാറ്റില്ലല്ലോ, ഇതൊരു ദുസൂചനയാണ് എന്നൊക്കെ ശ്യാമയ്ക്ക് മനസ്സിലാകുന്നുണ്ട്.
ശ്യാമ ഒന്നുകൂടി വിളക്ക് കത്തിക്കുന്നു. എന്നിട്ട് ഒന്നുകൂടി പ്രാർത്ഥിക്കുകയാണ്. കണ്ണ, ഇതെന്ത് പരീക്ഷണമാണിത്, അരുതാത്തതൊന്നും സംഭവിക്കല്ലേ എന്ന് ശ്യാമ വീണ്ടും പ്രാർത്ഥിക്കുന്നുണ്ട്. തുടർന്ന് ശ്യാമയെ കൊല്ലാൻ വേണ്ടി ഒരാളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. വെടിവെച്ച് കൊല്ലാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. എല്ലാ പദ്ധതികളും ഒരുക്കി വെച്ചിരിക്കുന്നു. ശ്യാമയെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണിപ്പോൾ എല്ലാവരും. അവർ പുറപ്പെടുന്ന സമയം പറഞ്ഞു കൊടുക്കാനായിട്ട് ജയേഷും അവരുടെ അരികിൽ തന്നെയുണ്ട്. ശ്യാമ അവിടേക്ക് വരുന്നുണ്ട്. അപ്പോഴേക്കും ഒരു കാർ അവിടേക്ക് വരുന്നു. കാറിൽ നിന്നും ഒരാൾ പുറത്തിറങ്ങി. മേഡം ഒഫീഷ്യലായിട്ട് അയച്ച കാറാണ്, മേഡത്തെ അവാർഡ് സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ വന്നതാണ് എന്ന് ആ ഡ്രൈവർ വന്ന് പറയുന്നു. മേഡം വരൂ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. കാറ് അയക്കുന്ന കാര്യം പറഞ്ഞിട്ടില്ലല്ലോ എന്ന് ആദ്യം പറഞ്ഞപ്പോൾ, സാറേ ഞാൻ മുന്നേ ഇറങ്ങിയതാണ്, ബ്ലോക്കിൽ പെട്ടുപോയെന്നൊക്കെ അവർ പറയുന്നുണ്ട്. ഇപ്പോൾ അവാർഡ് കമ്മിറ്റിക്കാരെ എന്നോട് വിളിച്ച് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മേഡത്തെ പെട്ടെന്ന് അയക്കാൻ പറഞ്ഞു എന്നൊക്കെ അയാൾ പറയുന്നു. അവാർഡ് ഫംഗ്ഷനിൽ നിന്ന് അയച്ച കാറല്ലേ, ശ്യാമയും അഖിയും അതിൽ വന്നോളൂ എന്നെ വസുന്ധര പറയുന്നു. അഖിൽ സാർ എവിടെയെന്ന് ശ്യാമ ചോദിക്കുകയാണ്. അഖിൽ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്യാമ കയറിക്കോ, നമുക്ക് ഇറങ്ങാമെന്ന് ആദ്യം പറയുന്നുണ്ട്. അങ്ങനെ ശ്യാമ ആ കാറിലേക്ക് കയറാൻ തുടങ്ങുന്നുണ്ട്. ഈ സമയം ശ്രീകുട്ടി പറയുന്നു, മുത്തശ്ശി ഞാനും ശ്യാമേച്ചിയുടെ കാറിൽ പോയിക്കോട്ടെ എന്ന്. ഇത് ശ്യാമ കേൾക്കുന്നു. എന്നാ മോള് വേഗം ചില്ല, ലേറ്റ് ആക്കരുത് കേട്ടോ എന്ന് വസുന്ധരയും. ശ്യാമയുടെ അടുത്തേക്ക് ഓടി എത്തിയിരിക്കുകയാണ് ശ്രീകുട്ടി. അതിനെന്താ മോളം കയറിക്കോ എന്ന് ശ്യാമയും പറയുന്നുണ്ട്. അഖിലിനോട് ഫോൺ വിളിച്ചത് മതി, വന്ന് വണ്ടിയിൽ കയറ് എന്ന് ആദ്യം പറയുന്നുണ്ട്. അങ്ങനെ ഇതേ സമയം ശ്രീകുട്ടിയും ആ കാറിൽ കയറിയത് കൊണ്ട് തന്നെ വളരെ സന്തോഷത്തോടെ നിൽക്കുകയാണ് ജയേഷ്. എല്ലാവരും കൂടി ഒറ്റയടിക്ക് എൻ്റെ ഭാഗ്യം എന്നൊക്കെ ജയേഷ് ഇങ്ങനെ വിചാരിക്കുകയാണ്. ഇവിടെയെല്ലാം സെറ്റാണ്, നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കുമെന്ന് ജയേഷ് ആ ഷൂട്ട് ചെയ്യാൻ നിൽക്കുന്ന ആളോട് പറയുന്നു. അങ്ങനെ ശ്യാമയും ശ്രീകുട്ടിയും അഖിയും ആ കാറിൽ പോവുകയാണ്. അഖിൽ എന്തോ ഒരു സംശയം തോന്നുന്നുണ്ട്. ഇത് ഏത് വഴിയാണെന്ന് ചോദിക്കുന്നു. ഷോർട്ട് കട്ടാണ്, സമയം വൈകി, വേഗം എത്തണമെന്നൊക്കെ ആ ഡ്രൈവർ പറയുന്നു. ഏതോ ഒരു വഴിയിലൂടെയാണ് ഇപ്പോൾ ഇവരെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു വല്ലാത്ത സ്ഥലത്തെത്തിയപ്പോൾ ആ കാറ് പെട്ടെന്ന് നിൽക്കുകയാണ്. എന്ത് പറ്റിയേട്ടാ എന്ന് അഖിൽ ചോദിക്കുന്നുണ്ട്. സ്റ്റാർട്ട് ആകുന്നില്ല എന്ന് ആ ഡ്രൈവർ പറയുന്നു. ഇത് വലിയ കുരുക്കാണല്ലോ എന്നൊക്കെ അഖിൽ പറയുന്നുണ്ട്. സ്റ്റാർട്ടാവുമെന്ന് തോന്നില്ല, ബാറ്ററി കംപ്ലൈൻ്റ് ആണെന്ന് ആ ഡ്രൈവറും പറയുന്നു. എന്നിട്ട് അയാൾ പുറത്തേക്ക് ഇറങ്ങി വന്ന് വണ്ടി നോക്കുകയാണ്. വണ്ടി നോക്കുന്നത് പോലെയൊക്കെ നിന്നിട്ട് അയാൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നു. അഖി പുറത്തേക്ക് ഇറങ്ങി, ശ്യാമയും പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ശ്രീകുട്ടിയും ഇറങ്ങി വരുന്നു. ഡ്രൈവറിനെ കാണുന്നില്ല. അല്ല ഡ്രൈവർ ഇത് എവിടെ പോയതാണെന്ന് അഖിൽ ചോദിക്കുന്നു. അയാൾ എന്തായി കാണിച്ചത്, ഇവിടെ മറ്റു വാഹനങ്ങൾ കിട്ടുമെന്ന് തോന്നുന്നില്ല, നമ്മൾ സമയം ഇപ്പോൾ തന്നെ വൈകി എന്നൊക്കെ അഖിൽ പറയുന്നു. ടെൻഷനാക്കണ്ട, ഞാൻ ആദ്യേട്ടനെ ഒന്ന് വിളിക്കാമെന്ന് ശ്യാമ പറയുന്നുണ്ട്. ശ്യാമ നിൽക്കുന്ന പൊസിഷൻ നോക്കി അയാളിങ്ങനെ തോക്ക് ചൂണ്ടി നിൽക്കുകയാണ് ഷൂട്ട് ചെയ്യാനായിട്ട്. ഇതറിയാതെ ശ്യാമയും ഫോൺ ചെയ്യാൻ തുടങ്ങുന്നു. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.